എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും അടുത്ത ഒരു മൈക്രോ സ്ട്രാറ്റജി വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മൈക്കിൾ സെയ്ലർ മൈക്രോ സ്ട്രാറ്റജി വീണ്ടും വലിയ രീതിയിൽ സെല്ല് ചെയ്യുന്നത്. മൈക്കിൾ സെയ്ലർ ഷെയർ ഹോൾഡേഴ്സിനെ ഒട്ടും തന്നെ കൺസിഡർ ചെയ്യുന്നില്ലേ? മൈക്കിൾ സെയ്ലർ ഈ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നതൊക്കെ നിർത്തണോ? എന്തുകൊണ്ടാണ് മൈക്കിൾ സെയ്ലറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ സ്ട്രാറ്റജിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് സെല്ല് ചെയ്യൽ നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് എന്തുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്? എന്താണ് മൈക്രോ സ്ട്രാറ്റജിയുടെ ലോങ് ടേം പ്ലാൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്ത് നമ്മൾ ഈ ഒരു മൈക്രോ സ്ട്രാറ്റജിയിലുള്ള എക്സിറ്റ് എന്തുകൊണ്ടാണ് വരുന്ന മാസങ്ങളിൽ അതൊരു പെർഫെക്റ്റ് ടൈമിലാണ് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിക്ക് ചുറ്റുമായിട്ട് ഒരുപാട് നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. എസ്പെഷ്യലി ട്വിറ്ററൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രേഡേഴ്സ് ഇപ്പോൾ ജോഷ് മാനെ പോലെയൊക്കെയുള്ള ട്രേഡേഴ്സ് മൈക്രോ സ്ട്രാറ്റജിനെയും മൈക്കിൾ സെയ്ലറിനെയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറ്റം പറയുന്ന ഒരു കാര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓരോ ട്വീറ്റും മൈക്കിൾ സെയ്ലർ അത് ചെയ്യണം, മൈക്കിൾ സെയ്ലർ സ്റ്റോക്ക് സെല്ല് ചെയ്യൽ നിർത്തണം, മൈക്കിൾ സെയ്ലർ സ്റ്റോക്കിന്റെ വില കൂടാൻ സഹായിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളും ഇതേ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് മൈക്കിൾ സെയ്ലർ മൈക്രോ സ്ട്രാറ്റജി ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത് കാരണം കൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് വലിയ രീതിയിൽ കൂടാത്തത് എന്നുള്ള ഒരു ഇംപ്രഷനിലാണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളും മൈക്കിൾ സെയ്ലറിനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ റിട്ടേണും മൈക്രോ സ്ട്രാറ്റജിയുടെ റിട്ടേണും എടുത്ത് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ബിറ്റ്കോയിൻ്റെ റിട്ടേൺ YTയുടെ റിട്ടേൺ ഈ ജനുവരി 1 മുതൽക്ക് ഇതുവരെയുള്ള റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12.73% ആണ് ബിറ്റ്കോയിൻ്റെ റിട്ടേൺ, YTD റിട്ടേൺ അല്ലെ. പക്ഷേ അതേസമയം മൈക്രോ സ്ട്രാറ്റജിന്റെ റിട്ടേൺ ആണെന്നുണ്ടെങ്കിലോ 37.8% ആണ് മൈക്രോ സ്ട്രാറ്റജിയുടെ ഇയർ ടു ഡേറ്റ് റിട്ടേൺ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാവും മൈക്രോ സ്ട്രാറ്റജി വളരെ വലിയൊരു മാർജിനിൽ തന്നെയാണ് ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നത്. അത് തന്നെയാണ് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയുടെ ലോങ് ടേം വിഷനും. അപ്പോൾ യാതൊരു രീതിയിലും മൈക്രോ സ്ട്രാറ്റജി ഷെയർ സെല്ല് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ഈ ഒരു സ്റ്റോക്കിന്റെ ഔട്ട് പെർഫോമൻസ്, അതായത് ഈ ഒരു ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരിക്കലും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പകരം വലിയ രീതിയിലാണ് ഔട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമതായിട്ട് ഇനി ഇൻ കേസ് ഇപ്പോൾ കഴിഞ്ഞ $21 ബില്യൺ സ്റ്റോക്ക് സെല്ലിംഗ് ആ ഒരു പ്ലാന് കഴിഞ്ഞപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു $21 ബില്യൺ പ്ലാന് അവർ സെല്ല് ചെയ്തില്ലായിരുന്നു എങ്കിൽ മേ ബി ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോയേനെ. പക്ഷേ എന്തുകൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജി സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത് നിർത്താത്തത് എന്നുള്ളതാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിനെ സംബന്ധിച്ചിടത്തോളം MSTRന്റെ പ്രൈസ് കൂടുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് ബിറ്റ്കോയിന്റെ പ്രൈസ് താഴോട്ട് പോവാതിരിക്കുക എന്നുള്ളത്. കാരണം എന്താണ്, ബിറ്റ്കോയിന്റെ പ്രൈസ് താഴോട്ട് പോയാൽ MSTRും അതിന് കൂടെ താഴോട്ട് പോകും അല്ലെ. അപ്പോൾ ബിറ്റ്കോയിന്റെ പ്രൈസ് താഴോട്ട് പോവാതെ അതിനെ താങ്ങി നിർത്തുക എന്നുള്ളതാണ് മൈക്കിൾ സെയ്ലറിന്റെ ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത്, ഇനി മൈക്രോ സ്ട്രാറ്റജിക്ക് S&P 500 എന്നുള്ള ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ആവാൻ പെൻഡിംഗ് ഉള്ള ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ക്വാർട്ടറിൽ പോസിറ്റീവ് ട്രailing 12 മന്ത് ഗ്യാപ്പ് നെറ്റ് ഇൻകം പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സോ അടുത്ത ക്വാർട്ടറിൽ, അതായത് ഈ ഒരു ജൂൺ 30th എൻഡ് ആവുന്ന ഈ ഒരു ക്വാർട്ടർ 2 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്രൈറ്റീരിയയും കൂടി മീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തേർഡ് ക്വാർട്ടറിൽ S&P 500-നകത്ത് മൈക്രോ സ്ട്രാറ്റജി ഇൻക്ലൂഡ് ആവും. ഓക്കെ, അപ്പോൾ അത് എന്ത് വില കൊടുത്തും മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് S&P 500 ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മൈക്കിൾ സെയ്ലറിന്റെ വേറൊരു പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഇൻക്ലൂഡ് ആവണം എന്നുണ്ടെങ്കിൽ ബൈ 30th ബിറ്റ്കോയിന്റെ പ്രൈസ് $95,000 $100,000 മുകളിൽ ട്രേഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, അതുവരെ താങ്ങി നിർത്തുക എന്നുള്ളതാണ് മൈക്കിൾ സെയ്ലറിന്റെ നമ്പർ 1 പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ തന്നെ S&P 500 മൈക്രോ സ്ട്രാറ്റജി ഇൻക്ലൂഡ് ആവേണ്ടതായിരുന്നു. കാരണം ബാക്കിയുള്ള ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തു. ഈ ഒരു FASB റൂള് കാര്യങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്തത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ മൈക്രോ സ്ട്രാറ്റജി ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്, മാർച്ച് എൻഡോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ താഴോട്ട് വരികയും, മാർച്ച് മാത്രമല്ല ഫെബ്രുവരി മാർച്ചും വളരെ വലിയ രീതിയിൽ താഴോട്ട് വരികയും, മാർച്ചിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 82,550 ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വന്നത് കാരണം കൊണ്ട് S&P 500 ഇൻക്ലൂഡ് ചെയ്യുന്നത് ആക്ച്വലി ഫെയിൽ ആവുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്വാർട്ടർ ഈ ഒരു ജൂൺ എൻഡോട് കൂടിയിട്ട് എന്ത് വില കൊടുത്തും ഈ ഒരു S&P 500 ഇൻക്ലൂഡ് ആവുക എന്നുള്ളതാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഇമാജിൻ
മൈക്രോ സ്ട്രാറ്റജി ഈ ഒരു സ്റ്റോക്ക് സെല്ലിങ് നിർത്തി എന്ന് വിചാരിക്കുക. ഈ ഒരു സ്റ്റോക്ക് സെല്ലിങ് നിർത്തിയിട്ട് ബിറ്റ്കോയിൻ വാങ്ങൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം മൈക്രോ സ്ട്രാറ്റജി ഒരു ലാർജസ്റ്റ് ബയറാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ബയർ ബിറ്റ്കോയിൻ വാങ്ങൽ നിർത്തി എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? സ്റ്റോക്ക് സെല്ല് ചെയ്യൽ നിർത്തി എന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് വില കൂടും എന്നുള്ളതാണ്. പക്ഷേ മൈക്രോ സ്ട്രാറ്റജി സ്റ്റോക്ക് സെല്ലിങ് നിർത്തിയാലും വില കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ബിറ്റ്കോയിൻ്റെ പ്രൈസും കൂടണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ വാങ്ങൽ നിർത്തി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകും. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ETF, അതായത് US ETFകൾ മെയ് മാസം മാത്രം വാങ്ങിയിരിക്കുന്ന ടോട്ടൽ ബിറ്റ്കോയിൻ $3.3 ബില്യൺ ബിറ്റ്കോയിൻ ആണ്. പക്ഷേ മൈക്രോ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ $2.3 ബില്യൺ ആണ്. വളരെ വലിയൊരു ലാർജസ്റ്റ് ബയറാണ്. ഇനി YTD, അതായത് ഈ ഒരു വർഷം ജനുവരി മുതൽക്ക് ഇന്നേ വരെയുള്ള റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ETF വാങ്ങിയിരിക്കുന്ന ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് $7.1 ബില്യൺ ആണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജി $12.3 ബില്യൺ ആണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലോ അവിടെ മിസ്സാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇത്രയും വലിയ രീതിയിൽ ബിറ്റ്കോയിൻ വാങ്ങിയിട്ടാണ് ആക്ച്വലി ഇത്രയും ഒരു $12 ബില്യൺ ബിറ്റ്കോയിൻ വാങ്ങിയിട്ടാണ് ഈ ഒരു YTDയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇത്രയെങ്കിലും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇമാജിൻ മൈക്രോ സ്ട്രാറ്റജി ഈ ഒരു ബിറ്റ്കോയിൻ വാങ്ങുന്നത് റേറ്റ് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിലോ ഓട്ടോമാറ്റിക്കലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകും, മൈക്രോ സ്ട്രാറ്റജിയുടെ പ്രൈസും താഴോട്ട് പോകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് യാതൊരു രീതിയിലും മൈക്കിൾ സെയ്ലറിന് മൈക്രോ സ്ട്രാറ്റജിനെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമില്ല എന്നുള്ളതാണ് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മൈക്രോ സ്ട്രാറ്റജി ബിറ്റ്കോയിൻ വാങ്ങുന്നത് അതിൻ്റെ റേറ്റ് കുറച്ചാൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്രോ സ്ട്രാറ്റജി മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ മുകളിലോട്ട് പോകണം. അപ്പോൾ മൈക്രോ സ്ട്രാറ്റജിനെ സംബന്ധിച്ചിടത്തോളം ബിറ്റ്കോയിൻ താഴോട്ട് പോകാതെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് ഇപ്പം നിലവിൽ മൈക്രോ സ്ട്രാറ്റജി മാക്സിമം സ്റ്റോക്ക് സെല്ല് ചെയ്ത് എത്രത്തോളം ബിറ്റ്കോയിൻ വാങ്ങാൻ പറ്റുമോ അത്രത്തോളം ബിറ്റ്കോയിൻ വാങ്ങിയാലും അത് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് S&P 500 ഇൻക്ലൂഡ് ചെയ്താൽ അത് എത്രമാത്രം വലിയൊരു പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് $115 ബില്യൺ ആണ്. അതായത് ഈ ഒരു $115 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വെച്ചുകൊണ്ട് തന്നെ S&P 500 ക്വാളിഫൈ ആവുകയാണ് എന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 120th പൊസിഷനിലൊക്കെയാണ് വരിക. അതായത് ഈ ഒരു KKR & കമ്പനി എന്നുള്ള ഈ ഒരു പൊസിഷനിലൊക്കെയാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ S&P 500 റാങ്ക് വെയിറ്റേജ് എന്ന് പറയുന്നത്. അതായത് 0.17% വെയിറ്റേജ്. സോ 0.17% വെയിറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ S&P 500 ടോട്ടൽ പാസീവ് ഫണ്ട്സിന്റെ എത്ര ബില്യൺ ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $12 ബില്യൺ ഇൻഫ്ലോ ആയിരിക്കും മൈക്രോ സ്ട്രാറ്റജിന്റെ സ്റ്റോക്കിലോട്ട് വരിക. അതായത് S&P 500 എന്നുള്ള ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് വലിയൊരു ഇൻഡെക്സ് ആണ്. ആ ഒരു ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഒരുപാട് ETF-ഉം ഇൻവെസ്റ്റ്മെന്റ് ആക്റ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ടോട്ടൽ കമ്പൈൻഡ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 7 ട്രില്യൺ ആണ്. അപ്പോൾ 7 ട്രില്യണിന്റെ 0.17% $12 ബില്യൺ പാസീവ് ആയിട്ട് ഇത് മാൻഡേറ്ററി ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അതായത് ബൈ ലോ ഇൻഡെക്സ് റീബാലൻസ് ചെയ്യുമ്പോൾ ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ETF കാര്യങ്ങളും അവർക്ക് ഇഷ്ടമല്ലെങ്കിലും മാൻഡേറ്ററി ആയിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ട ഒരു ഫണ്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി $12 ബില്യൺ ഫണ്ട് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്കിലോട്ട് വരും. അത്രയും വലിയൊരു ബൈയിങ് പ്രഷർ. ഇനി ഇമാജിൻ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ മൈക്രോ സ്ട്രാറ്റജിന്റെ ഇപ്പോൾ ബിറ്റ്കോയിന്റെ പ്രൈസ് അടുത്തൊരു 2 മാസം വലിയ രീതിയിൽ മുകളിലോട്ട് പോകുകയും നമ്മൾ ഈ ഒരു ജൂലൈയിലുള്ള ടാർഗറ്റ് $1.5 ലക്ഷം ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു $1.5 ലക്ഷം എത്തിയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതേ ഒരു റേറ്റിൽ പോയാൽ തന്നെ മൈക്രോ സ്ട്രാറ്റജിന്റെ സ്റ്റോക്ക് എന്തായാലും ഡബിൾ ആവും, ഒരു $800 എത്തും. അപ്പോൾ $800 എത്തുമ്പോൾ എങ്ങനെയും മൈക്രോ സ്ട്രാറ്റജിയുടെ മാർക്കറ്റ് ക്യാപ്പ് മോർ ദാൻ ഒരു $230 ബില്യൺ മുകളിലാവും. മേ ബി ഒരു $250 ബില്യൺ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു $230 ബില്യൺ ആകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 80 ഈ ഒരു റേഞ്ചിലോട്ടൊക്കെ ആയിരിക്കും മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് വരിക. അതായത് ഒരു 0.46% വെയിറ്റ് ഒക്കെ ആയിരിക്കും വരിക. ഈ ഒരു അബോട്ട് എന്നുള്ള കമ്പനിന്റെ അടുത്താണ് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് വരാനുള്ള ഒരു സാധ്യത. ഈ ഒരു 35th പൊസിഷനൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 0.46% വെയിറ്റേജ് വന്നാൽ മൈക്രോ സ്ട്രാറ്റജിന്റെ സ്റ്റോക്കിലോട്ട് വരുന്ന ഇൻഫ്ലോ $12 ബില്യൺ പകരം അറൌണ്ട് $32 ബില്യൺ ഇൻഫ്ലോ ആയിരിക്കും. ഇത് മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഒരു ബൈയിങ് പ്രഷറാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം സ്റ്റോക്ക് ഇതുവരെ മൈക്രോ സ്ട്രാറ്റജി സ്റ്റോക്ക്
സെല്ല് ചെയ്ത ആ ടോട്ടൽ എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് ആണ്. അപ്പോൾ S&P 500 ഇൻക്ലൂഡ് ആവുക എന്ന് പറയുന്നതാണ് വലിയൊരു കാര്യം. അപ്പോൾ S&P 500 ഇൻക്ലൂഡ് ചെയ്താൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലോ ആണ് വരുന്നത്. ആ ഒരു ഇൻഫ്ലോ മാത്രം മതി മൈക്രോ സ്ട്രാറ്റജിൻ്റെ സ്റ്റോക്കിൻ്റെ വില വലിയ രീതിയിൽ മുകളിലോട്ട് പോകാൻ. ഇത് നിങ്ങൾക്ക് എത്രമാത്രം പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. അതായത് കഴിഞ്ഞ വർഷം നാസ്ഡാക്കിൽ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം വലിയ രീതിയിലുള്ള മൈക്രോ സ്ട്രാറ്റജിയിലോട്ട് ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലോ വന്നിട്ടുണ്ട്. അത്രയും ഒരു ഇൻഫ്ലോ ഉള്ളത് കാരണം കൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജിൻ്റെ സ്റ്റോക്ക് താഴോട്ട് പോവാതെ ഇപ്പോഴും ഇതേ ഒരു രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യുന്നത്. അതായത് മൈക്രോ സ്ട്രാറ്റജി ഇത്രയും ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് ഇത് വേറെ വല്ല കമ്പനിയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് മേ ബി ഒരു 90% താഴോട്ട് പോയിട്ടുണ്ടാവും. മൈക്രോ സ്ട്രാറ്റജി ഇപ്പോഴും വലിയ രീതിയിലാണ് മുകളിലോട്ട് പോയി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് അത്രയും വലിയ രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലോ ഉള്ളത് കാരണം കൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആയി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.